ഇന്ത്യ പാകിസ്ഥാനൊപ്പം ചേർന്നോ? പെട്ടെന്ന് കേൾക്കുമ്പോൾ ഒരു ഞെട്ടലൊക്കെ ഉണ്ടാവും. എന്താണ് ഈ പാകിസ്ഥാനൊപ്പം ചേർന്നോ എന്ന് കേൾക്കുന്നത്? കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിലൊക്കെ വന്ന വാർത്ത പാക്സ് ഗ്രൂപ്പിൽ ഇന്ത്യയും. പാക്സ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ ഉൾപ്പെടുന്ന രാജ്യങ്ങളുടെ ഗ്രൂപ്പ് എന്നല്ല. പാക്സിലിക്ക എന്ന് പറയുന്ന ആധുനിക കാലഘട്ടത്തിൽ ഏറ്റവും അത്യന്താപേക്ഷിതമായ ഒരു കൂട്ടായ്മ. ആ കൂട്ടായ്മയ്ക്ക് നേതൃത്വം നൽകുന്നത് ഡൊണാൾഡ് ട്രംപിന്റെ അമേരിക്കയാണ്. ഈ അമേരിക്കയുടെ കൂട്ടായ്മയിൽ നേരത്തെ തന്നെ ബ്രിട്ടനും സൗത്ത് കൊറിയയും അതുപോലെ തന്നെ ജപ്പാനും ഓസ്ട്രേലിയയും നെതർലൻഡും ഒക്കെ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുണ്ട്. പക്ഷേ അതിനകത്തേക്ക് ഇന്ത്യ ഉൾപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ ഇന്ത്യ അതിനോട് സഹകരിച്ചില്ല. അതിന് കാരണം അമേരിക്ക ഇന്ത്യക്കെതിരെ വ്യാപാര യുദ്ധം പ്രഖ്യാപിച്ചിരുന്നു. അങ്ങനെ വ്യാപാര യുദ്ധം പ്രഖ്യാപിച്ചപ്പോൾ ഈ കൂട്ടായ്മയോടുകൂടി ഇന്ത്യ സഹകരിക്കുന്നില്ല. ആധുനിക കാലത്ത് ഇലക്ട്രിക് വാഹനങ്ങൾ, ആയുധങ്ങൾ, അതുപോലെ ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങളൊക്കെ നിർമ്മിക്കണമെങ്കിൽ ഏറ്റവും കൂടിയ ഈ റെയർ എർത്ത്സ് അത് വേണ്ടി വരും. ഈ റെയർ എർത്ത്സിൻ്റെ കുത്തക സത്യത്തിലുള്ളത് ചൈനയുടെ കയ്യിലാണ്. ഇന്ത്യക്ക് ഉപരോധം ഏർപ്പെടുത്തിയതുപോലെ ചൈനയുടെ മേലും അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തി. അങ്ങനെ ഉപരോധം ഏർപ്പെടുത്തിയപ്പോൾ ചൈന അമേരിക്കയിലേക്കുള്ള അപൂർവ ധാതുക്കളുടെയും മൂലകങ്ങളുടെയും കയറ്റുമതി താൽക്കാലികമായി നിർത്തിവെച്ചു. ഇതിൻ്റെ ഫലം എന്താ? അമേരിക്കയിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കാർ നിർമ്മാണ പദ്ധതി പൂർണ്ണമായിട്ടും നിർത്തിവെക്കേണ്ടി വന്നു. ആയുധങ്ങൾ, റോക്കറ്റ് ആയിക്കോട്ടെ, മിസൈൽ ആയിക്കോട്ടെ, അവിടുത്തെ ഉപഗ്രഹ നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിക്കോട്ടെ, അതെല്ലാം സ്റ്റോപ്പായി. ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാൻ കഴിയുന്നില്ല. കാരണം അതിനൊക്കെ അത്യന്താപേക്ഷിതം ചൈനയിൽ നിന്ന് ഈ കയറ്റി അയക്കുന്ന അപൂർവ ധാതുക്കളാണ്. സത്യത്തിൽ അപൂർവ ധാതുക്കളുടെ ഈ വേർതിരിച്ചെടുക്കൽ, പിന്നീട് അതിൻ്റെ സംസ്കരണം, ഇതിൻ്റെ സാങ്കേതിക വിദ്യ മുഴുവൻ ചൈന കുത്തകയാക്കി വെച്ചു. അപ്പോൾ അമേരിക്കയ്ക്ക് അറിയാത്ത രീതിയിൽ അവരുടെ മാൻ പവർ ഉപയോഗിച്ച് ലോകത്തിലെ വിവിധ രാജ്യങ്ങളുമായിട്ട് ഈ അപൂർവ ധാതുക്കളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട കരാറെല്ലാം ചൈന സ്വന്തമാക്കി. അങ്ങനെയാണ് അമേരിക്ക അപകടമടത്തത്. അതോടുകൂടി അമേരിക്ക പുതിയൊരു കൂട്ടായ്മയ്ക്ക് രൂപം നൽകുന്നു. അതാണ് ഈ പറഞ്ഞ പാക് സിലിക്ക എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ പാക് സിലിക്ക എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ എന്ന അർത്ഥത്തിലല്ല. ഇതൊരു ലാറ്റിൻ പദമാണ്. പാക്സ് എന്ന് പറഞ്ഞാൽ അർത്ഥം സമാധാനം എന്നാണ്. മാത്രമല്ല ചിപ്പ് ഉൽപാദനത്തിൽ സൂചിപ്പിക്കുന്നതിന് അല്ലെങ്കിൽ ഒരു നിർണായക പങ്ക് എന്ന് പറയുന്നത് സിലിക്കണിനാണ്. അതുകൊണ്ട് ആ സിലിക്കണിൽ നിന്ന് ഉപയോഗിച്ച സിലിക്കയും കൂടെ ചേർത്താണ് പാക് സിലിക്ക എന്ന് പറയുന്നത്. അതായത് ആധുനിക ലോകത്ത് തോക്കിനേക്കാൾ, മിസൈലുകളേക്കാൾ, അതുപോലെ തന്നെ ബോംബുകളെക്കാളൊക്കെ തന്നെ ഇത്തിരി കുഞ്ഞൻ ചിപ്പുകൾ കൈവശം വെച്ചിരിക്കുന്ന രാജ്യങ്ങളായിരിക്കും ലോകത്തെ അടക്കി ഭരിക്കാൻ പോകുന്നത്. അത്രയും പവർഫുള്ളാണ് ഈ ചിപ്പുകൾ എന്ന് പറയുന്നത്. ഈ ചിപ്പ് നിർമ്മിക്കുന്നതിൽ ഏതാണ്ട് കുത്തക എന്ന് പറയുന്നത് തൈവാനാണ്. അതുപോലെ തന്നെ ചൈനയ്ക്കും വലിയ റോളുണ്ട്. അപ്പോൾ ഇവർ വിചാരിച്ചാൽ മറ്റ് രാജ്യങ്ങളുടെ വികസനത്തിന് വിഘാതമാകും. അപ്പം മാറുന്ന ലോകത്ത് സാങ്കേതിക രംഗത്ത് വലിയ മാറ്റങ്ങളൊക്കെ വരുന്നു. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ AI സമ്മിറ്റ് സംഘടിപ്പിച്ചത്. ആ AI സമ്മിറ്റ് സംഘടിപ്പിച്ച സമയത്താണ് അടുത്ത തലമുറ വ്യവസായങ്ങൾക്ക് അത്യന്താപേക്ഷിതമെന്ന് അല്ലെങ്കിൽ നിർണായകമായത് എന്ന് കരുതുന്ന ധാതു വിഭവങ്ങളുടെ പങ്കുവെക്കൽ അത് പ്രോത്സാഹിപ്പിക്കാനായിട്ട് തീരുമാനിക്കുന്നു. അങ്ങനെ തീരുമാനിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അർദ്ധചാലകങ്ങൾ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇൻഫ്രാസ്ട്രക്ചർ എന്നിവയുടെ സാങ്കേതിക സഹകരണം മെച്ചപ്പെടുത്തണം. അതിനാവശ്യമായ സുരക്ഷിതമായ ഈ അപൂർവ ധാതുക്കളുടെ വിതരണ ശൃംഖല ഉറപ്പാക്കണം. അപ്പോൾ ചൈന കയറ്റുമതി നിർത്തിവെച്ചാൽ മറ്റു രാജ്യങ്ങൾ പെട്ടുപോകും. ഇതുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പാക് സിലിക്ക എന്ന് പറയുന്ന ആധുനിക ലോകത്തെ ഏറ്റവും പുതിയ കൂട്ടായ്മ രൂപപ്പെട്ടത്. ഇവിടെ ഡൊണാൾഡ് ട്രംപ് ഒരു കാര്യം മനസ്സിലാക്കി, ഇന്ത്യ ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഇന്ത്യയിലും വലിയ തോതിൽ ധാതു നിക്ഷേപങ്ങളുണ്ട്. മാത്രമല്ല ഇന്ത്യയിലെ മാൻ പവർ ഏതാണ്ട് 140 കോടിയാണ്. അതുപയോഗിച്ച് നാളെ അമേരിക്കയെ പിന്തള്ളാം. ചൈനയ്ക്ക് ഇപ്പോൾ പിന്തള്ളാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും സാമ്പത്തിക രംഗത്തും സൈനിക രംഗത്തും ഒക്കെ വലിയ കുതിപ്പ് തുടരുന്ന ഇന്ത്യ അമേരിക്കയെ മറികടക്കും. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഇന്ത്യയെ കൂടി ഇതിൽ ഉൾപ്പെടുത്തണം. അങ്ങനെ ആദ്യഘട്ടത്തിൽ മാറി നിന്ന നെതർലൻഡിനെ, UAE, ഖത്തറിനെ ഇന്ത്യയൊക്കെ ഉൾപ്പെടുത്തി. കഴിഞ്ഞ ദിവസമാണ് ഇന്ത്യ ഇതിൽ ചേരാമെന്നുള്ള എഗ്രിമെൻറ്റിൽ ഒപ്പുവെക്കുന്നത്. ഇതോടുകൂടി അപൂർവ ധാതുക്കളുടെ വിതരണ ശൃംഖലയിൽ തടസ്സമുണ്ടാകാതിരിക്കാൻ സാധിക്കും എന്ന് മനസ്സിലായി. മാത്രമല്ല ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളും ആഫ്രിക്കൻ രാജ്യങ്ങളുമൊക്കെ സന്ദർശിച്ചു. കൃത്യമായി പറഞ്ഞാൽ അർജന്റീന, ബ്രസീൽ, നമീബിയ, ഘാന, ട്രിനിഡാഡ് ആൻഡ് ടുബാഗോ തുടങ്ങിയ രാജ്യങ്ങളെ സന്ദർശിച്ച് ഈ രാജ്യങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള അപൂർവ ധാതുക്കളുടെ വലിയ ശേഖരമുണ്ട്. ആ രാജ്യങ്ങളുമായിട്ട് ഇന്ത്യ നയതന്ത്ര ബന്ധം പുലർത്തി. മാത്രമല്ല ചൈന ഈ ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് വലിയ ഭീഷണിയാണ്. കാരണം ചൈന വലിയ തോതിൽ പണമൊക്കെ അവർക്ക് കൊടുക്കും, എന്നിട്ട് അവരെ കടക്കണിയിലാക്കും, എന്നിട്ട് അവിടുത്തെ മൂലകങ്ങൾ അതുപോലെ തന്നെ ധാതുക്കളൊക്കെ തട്ടിയെടുക്കും. പക്ഷേ ഇന്ത്യ അങ്ങനെയല്ല ചെയ്യുന്നത്. ഇരു രാജ്യങ്ങൾക്കും ഒരുപോലെ പ്രയോജനപ്പെടുന്ന രീതിയിൽ അപൂർവ ധാതുക്കളുടെ
പങ്കാളിത്തം സംബന്ധിച്ചുള്ള കരാറുകളിൽ ഏർപ്പെടുന്നു. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് വേണ്ട സാമ്പത്തികമൊക്കെ അവർക്ക് ലഭിക്കും, പകരം അവിടെ നിന്നുള്ള അപൂർവ ധാതുക്കൾ നമ്മുടെ രാജ്യത്തേക്ക് എത്തും. അപ്പോൾ ഇതിൻ്റെ സംസ്കരണത്തിലുള്ള സാങ്കേതിക വിദ്യ അത് വിപുലമായ ഒരു അടിത്തറയിൽ പണിതുയർത്താൻ ഇന്ത്യക്ക് സാധിക്കും. ഇത് ചൈനയെ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് ചൈന നമുക്കെതിരെ നിലപാടൊന്നും സ്വീകരിക്കുന്നില്ല. ഇപ്പോൾ അമേരിക്കയ്ക്കുള്ള ഈ ധാതു നിക്ഷേപമൊക്കെ നിർത്തിവെച്ചുവെങ്കിലും ഇന്ത്യക്ക് അതിൻ്റെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. മാത്രവുമല്ല, നമ്മൾ ഈ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ, ഇപ്പം അർജന്റീനയിലും ബ്രസീലിലും ഒക്കെയുള്ള മൂലകങ്ങളുണ്ട്, അത് നമ്മളുമായിട്ട് പങ്കുവെക്കാൻ ആ രാജ്യങ്ങൾ തയ്യാറാണ്. ചൈനയെ പോലെ അമേരിക്കയെ പോലെയുള്ള ചൂഷക രാജ്യമല്ല ഇന്ത്യ എന്ന് അവർ തിരിച്ചറിയുകയും ചെയ്യുന്നുണ്ട്. അത് നമുക്കൊരു വലിയ നേട്ടമാണ്. അപ്പം ഈ സഖ്യത്തിലേക്ക് ഇന്ത്യയും കൂടെ കടന്നു വന്നതോടുകൂടി അപൂർവ ഭൂമി മൂലകങ്ങളുടെ കാര്യത്തിൽ ചൈനയെ അമിതമായിട്ട് ആശ്രയിക്കേണ്ട കാര്യം ഇനി ഉണ്ടാകുന്നില്ല. അത് ഇന്ത്യക്ക് മാത്രമല്ല, ഈ സെമി കണ്ടക്ടർ വിതരണ ശൃംഖലയെ ആശ്രയിക്കുന്ന എല്ലാ രാജ്യങ്ങൾക്കും ഗുണം ചെയ്യും. അമേരിക്കയ്ക്കും നെതർലൻഡിനും ജപ്പാനും ബ്രിട്ടനും ഓസ്ട്രേലിയയ്ക്കും UAEക്കും ഖത്തറിനും എല്ലാം ഈ ഗുണം ചെയ്യും. മാത്രമല്ല, പാക് സിലിക്കയിലെ അംഗത്വത്തിന് ഏറ്റവും അധികം ഊർജം നൽകുന്നത് 140 കോടി ജനങ്ങളുള്ള ഇന്ത്യയുടെ സഹകരണമാണ്. അതവർ എടുത്തു പറയുകയും ചെയ്യുന്നുണ്ട്. AI സാങ്കേതിക രംഗത്തും അതുപോലെ തന്നെ ആഭ്യന്തര നൈപുണ്യം വികസിക്കുന്ന മേഖലയിലുമൊക്കെ ഇന്ത്യ വലിയ കുതിച്ചുചാട്ടം നടത്തി എന്നത് ഈ AI സമ്മിറ്റിലൂടെ നമ്മളത് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ മാറുന്ന ആധുനിക ലോകത്ത് സാങ്കേതിക രംഗത്തെ അപ്രമാദിത്വം ഉറപ്പിക്കാൻ വേണ്ടി ഒരു അന്താരാഷ്ട്ര കൂട്ടായ്മ പുതുതായിട്ട് രൂപപ്പെടുന്നു. പാക് സിലിക്ക എന്ന് പേരിടുന്നു. അതിൽ നിന്ന് ആദ്യഘട്ടത്തിൽ നമ്മൾ മാറുന്നു. പക്ഷേ രണ്ടാം ഘട്ടമായപ്പോൾ ഇന്ത്യയെ കൂടെ ചേർത്ത് പിടിക്കാനായിട്ട് അവർ തയ്യാറായി. അങ്ങനെയാണ് പാക് സിലിക്ക സഖ്യത്തിൽ ഇന്ത്യ കൂടി വന്നതോടെ ചൈനയുടെ വെല്ലുവിളികളെ നേരിടാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസം അവർക്കുണ്ടായത്. ഇപ്പം നേരത്തെ തന്നെ പറയും, നമുക്കറിയാം 20-ാം നൂറ്റാണ്ടിൽ എണ്ണയിലും സ്റ്റീലിലുമാണ് ലോകം തന്നെ ഓടിയതെന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ 21-ാം നൂറ്റാണ്ട് പ്രവർത്തിക്കുന്നത് കമ്പ്യൂട്ടറുകളിലും അതിനാവശ്യമായ ചിപ്പുകളിൽ അപൂർവ ധാതുക്കളിലൊക്കെയാണ്. അത്തരം ധാതുക്കളുടെ വിതരണ ശൃംഖല ബ്ലോക്ക് ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടി അമേരിക്കയുടെ നേതൃത്വത്തിൽ പാക് സിലിക്ക രൂപപ്പെടുന്നു. അപ്പോൾ സമാധാനം എന്ന അർത്ഥം വരുന്ന ഈ കൂട്ടായ്മയിലേക്ക് ഇന്ത്യ കൂടി വന്നതോടുകൂടി വലിയൊരു നേട്ടത്തിലേക്ക് നമ്മളും കടന്നു കയറുകയാണ്. മാത്രമല്ല, ആഫ്രിക്കൻ രാജ്യങ്ങളുമായിട്ടും അതുപോലെ തന്നെ ഈ പറയുന്ന ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുമായിട്ട് ഇന്ത്യക്ക് നല്ല നയതന്ത്ര ബന്ധമുണ്ട്. അങ്ങനെ ഇന്ത്യയും ഈ അപൂർവ ധാതുക്കൾ കണ്ടെടുക്കുമെന്ന് മാത്രമല്ല, അവ വേർതിരിച്ചെടുക്കാനും സംസ്കരിച്ചെടുക്കാനുമുള്ള ചില പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ അമേരിക്കയ്ക്കും ചൈനയ്ക്ക് ഈ പറയുന്ന ബ്രിട്ടനും ജപ്പാനും ഒന്നും കഴിയാത്ത കാര്യമായിരിക്കും അത്. കാരണം മാൻ പവർ കൂടുതലുള്ള ഓരോ രാജ്യത്തിനും അവരുടെ വികാസത്തിന്, അവരുടെ മുന്നോട്ട് പോക്കിന് അത് വലിയ ഗുണമാകും. ഇപ്പം നമുക്കറിയാം, സ്ഥിരതയുള്ള ഒരു ഭരണകൂടമുള്ള രാജ്യത്തിന് മാത്രമേ വികസന പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റൂ. ഇപ്പം ബംഗ്ലാദേശിൽ വലിയ ജനസംഖ്യയുണ്ട്, പാകിസ്ഥാനിൽ ജനസംഖ്യയുണ്ട്, പക്ഷെ അവിടുത്തെ ഭരണകൂടത്തിന് ഒരു സ്ഥിരതയുമില്ല. അപ്പോൾ ലോകരാജ്യങ്ങൾ അവരെ അംഗീകരിക്കില്ല, അതുകൊണ്ട് അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇവിടെ ഇന്ത്യ എല്ലാ മേഖലയിലും ഒരു കുതിച്ചുചാട്ടത്തിൻ്റെ പാതയിലാണ്. ഈ നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടുകൂടി ലോകത്തിലെ വൻ ശക്തികളിൽ ഒന്നായിട്ട് ഇന്ത്യ മാറും. അതുകൊണ്ടാണ് പാക് സിലിക്ക സഖ്യത്തിലേക്ക് ഇന്ത്യയെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഒരു പുതിയ കൂട്ടായ്മയ്ക്ക് അമേരിക്ക തന്നെ നേതൃത്വം നൽകുന്നത്. ഒരു കാരണവശാലും അമേരിക്കയുടെ എതിർചേരിയിലേക്ക് ഇന്ത്യ പോകരുതെന്നുള്ള ഒരു ലക്ഷ്യം കൂടിയുണ്ട്. അപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കൃത്യമായ പ്ലാനിങ്ങോടുകൂടി ഈ പാക് സിലിക്കയിൽ അംഗത്വം എടുത്തിരിക്കുകയാണ്. ഇത് നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനകരമായ കുതിപ്പിന് എല്ലാ പ്രേരണയും സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ സംശയവും വേണ്ട.